കോട്ടയം വിജയപുരത്ത് നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിച്ച് സ്വകാര്യ ആശുപത്രിയുടെ നിർമ്മാണം. കെട്ടിട നിർമ്മാണം പുരോഗമിക്കുമ്പോൾ മേഖലയിലെ കുടിവെള്ള സ്രോതസ്സാണ് മലിനമാകുന്നത്. കഴിഞ്ഞ ദിവസം നാട്ടുകാരുടെ പരാതി പരിശോധിക്കാനെത്തിയ ജനപ്രതിനിധികളെ കരാറുകാരൻ കയ്യേറ്റം ചെയ്തിരുന്നു. വിജയപുരം പഞ്ചായത്തിലെ 6-ാം വാർഡിലാണ് സ്വകാര്യ ആശുപത്രിയുടെ നിർമ്മാണം. 150ഓളം കരാർ തൊഴിലാളികളാണ് ഇവിടെ ജോലി നോക്കുന്നത്. ഈ നിർമ്മാണ പ്രദേശത്താണ് മേഖലയിലെ ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്. ഇവിടേക്ക് തൊഴിലാളികൾ പുറന്തള്ളിയ മലിനജലവും കക്കൂസ് മാലിന്യവും കലർന്നാണ് ജലസ്രോതസ് മലിനമായത്. പക്ഷേ ഇത് 10 നിലയ്ക്കുള്ള ഒത്തിരി ബെഡുകളൊക്കെ ബഹുനില ഹോസ്പിറ്റലാണ് ഇവിടെ വരുന്നത്. അപ്പം നാട്ടുകാർക്ക് മനസ്സിലായി ഈ കുടിവെള്ളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇവിടുന്ന് വരുന്ന മലിനജലം നോർമലി ഇതിലെ ഒഴുകുന്ന ഈ വെള്ളത്തിലൂടെ കലർന്നാൽ പോലും ഇത് താഴെ അങ്ങ് ചെല്ലുന്ന പോഷൻ വരെയുള്ള സ്ഥലങ്ങളിലെ സ്ഥലങ്ങളിലുമുള്ള കിണറുകളിലെല്ലാം ഭാവിയിൽ മലിനമാവുകയും ഒക്കെ ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പരാതി കൊടുക്കുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലം സന്ദർശിച്ചു, വെള്ളം പരിശോധിച്ചു. അപ്പം ഈ പ്രദേശവാസികൾക്കെല്ലാം കുറേശ്ശെ അസുഖങ്ങൾ വരാൻ തുടങ്ങി, വൈറ്റ്ലസൊക്കെ വരാൻ തുടങ്ങിയപ്പം നമ്മൾ ഈ വെള്ളം പരിശോധിച്ചപ്പം ഈ വെള്ളം മലിനമാണ്. കുടിവെള്ളം മുട്ടിയതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. പരാതി പരിശോധിക്കാനെത്തിയ ജനപ്രതിനിധികളെ കരാറുകാരൻ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. കോൺട്രാക്ടറുടെ മകനാണെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ വൈസ് പ്രസിഡൻറ്റിനെ ഉൾപ്പെടെ, വനിതാ പ്രസിഡൻ്റാണ് അദ്ദേഹം, ആ സ്ത്രീ എന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാതെ അവരെ മർദ്ദിക്കുകയും വൈസ് പ്രസിഡൻറ്റിനെ മർദ്ദിക്കുകയും അങ്ങനെ 3-4 മെമ്പർമാരുൾപ്പെടെ അഡ്മിറ്റാകുകയും ഈ പ്രദേശവാസികളായ സാധാരണക്കാരായ ചെറുപ്പക്കാരുൾപ്പെടെ അവരെല്ലാം ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ജലസ്രോതസ് മലിനമാകുന്ന നിർമ്മാണം നിർത്തിവെക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഞങ്ങൾ 30-35 കുടുംബങ്ങളായി ഈ വെള്ളം ഉപയോഗിക്കുന്നത്. ഈ ഹോസ്പിറ്റൽ വന്നതോടുകൂടി ഇവിടെ വെള്ളമെല്ലാം മലിനമാകുകയും ഞങ്ങൾക്ക് കുളിക്കാനോ കുടിക്കാനോ ഉള്ള വെള്ളം ലഭിക്കാതെ വരികയും ചെയ്യുന്നുണ്ട്. അപ്പം അതിനുള്ള നടപടികളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സമര പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതെ, ഇത് മാത്രമാണ് ഞങ്ങൾക്ക് ഒരു ആശ്രയമായിട്ട്. വേറെ ആർക്കും കിണറുകളോ ഒന്നുമില്ല. എല്ലാവരും ഇതേ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇപ്പം കുറച്ച് നാളായിട്ട് ജലമെല്ലാം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കുപ്പി വെള്ളം മേടിക്കുകയാണ് പുറത്തു നിന്നൊക്കെ. നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന് സമീപമാണ് KSEBയുടെ KB ലൈൻ കടന്നു പോകുന്നത്. എന്നാൽ അവരുടെ അനുമതി വാങ്ങാതെയാണ് നിർമ്മാണം. മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അനുമതിയും നിർമ്മാണത്തിനായി വാങ്ങിയിട്ടില്ല. വിഷയം ചൂണ്ടിക്കാണിച്ച് നിയമപരമായി മുന്നോട്ടു പോകുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.